തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വിവാദങ്ങൾക്ക് മുഴുവൻ തിരികൊളുത്തിയത് ശസ്ത്രക്രിയകൾ മുടങ്ങിയതാണ്. ആ മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനാവശ്യമായ ഉപകരണങ്ങളിൽ ലെത്തോക്ലാസ്റ്റ് പ്രോബ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ഉപകരണങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം ഇതൊക്കെയാണ് ഈ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അപ്പോൾ കാര്യങ്ങൾ ചൂടോടുകൂടി ഇടപെട്ടാൽ എത്ര വേഗം കാര്യങ്ങൾ നടപ്പാകും എന്നുകൂടി നമ്മൾ കണ്ടറിയുകയാണ്. എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇത് ഇന്നു മുതൽ, അല്ലെങ്കിൽ എത്ര രോഗികൾക്ക് ഇന്നു മുതൽ തന്നെ ഇതിൻ്റെ ഒരു ഉപകാരം ലഭിക്കും? ഏകദേശം ഒരു പരിഹാരം എന്ന് കരുതാമോ? തീർച്ചയായിട്ടും ദിവിഷ, കാരണം ഏറെ നാളായി മെഡിക്കൽ കോളേജിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ ഒരു പരിഹാരം ആയിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് നീങ്ങുന്നത്. കാരണം മെഡിക്കൽ ഉപകരണങ്ങളുടെ ഒരു അപര്യാപ്തത മൂലം അതെല്ലാം തന്നെ മുടങ്ങിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഡോക്ടർ ഹാരിസ് ആ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത്. പല ഡോക്ടർമാർക്കും ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പുറത്ത് പരസ്യമായി തന്നെ പറഞ്ഞത്. അതും സഹികെട്ടുകൊണ്ടാണ്. അപ്പോൾ പല ആവശ്യങ്ങളും ഇങ്ങനെ ഡോക്ടർമാർ ഉയർത്തുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഡോക്ടർമാരുടെ ദിവസമാണ് ഇന്ന്, ജൂൺ 1. ആ ദിവസം തന്നെ ഒരു പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് ഡോക്ടർമാരുടെ സംഘടനയുള്ളത്. വിവിധ ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഏതായാലും ശുഭകരമായ ഒരു വാർത്ത എന്നുള്ളത് ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ മുടങ്ങിക്കിടന്നതെല്ലാം നടത്താൻ പറ്റും എന്നുള്ളതാണല്ലോ. തീർച്ചയായും വളരെ ശുഭകരമായ വാർത്ത തന്നെയാണ്. ഇത്രയും നാൾ അത് മുടങ്ങിക്കിടന്നത് ഇപ്പോൾ എന്തായാലും ആ ശസ്ത്രക്രിയകളും പൂർവാധികം ഭംഗിയോട് തന്നെ നടക്കും. അതുപോലെ തന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കാര്യമാണ്, ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ആവശ്യങ്ങളുണ്ട്. അതും ഇതുപോലെ എത്രയും സ്പീഡപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഉപകരണങ്ങൾ എത്തിച്ച് കിട്ടുവാണെങ്കിൽ ഇതൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് ഇപ്പോഴും. അതിനേക്കാളും വളരെ 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 മുന്നേറാൻ കഴിയും. യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധത്തിൽ വന്ന് നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്. സാധാരണ ഡോക്ടേഴ്സ് കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നമ്മൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുക, നമ്മൾ പ്രതിഷേധ ദിനമാണ്. കാരണം നമ്മൾ വളരെ കാലമായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് 2016 നമ്മുടെ പേ റിവിഷൻ വന്നതിന് ശേഷം അതിൽ കുറേ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക 2016 തൊട്ട് 2020 വരെ ഏകദേശം 5 വർഷത്തോളമുള്ള കുടിശ്ശിക നമുക്ക് തന്നിട്ടില്ല. അതിന് ശേഷം വന്ന 2020 വന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പള കമ്മീഷനും 20 തൊട്ടുള്ള കുടിശ്ശിക അവർക്ക് 2 ഗഡു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 2016 തൊട്ട് തന്നിട്ടില്ല. ബാക്കി സർക്കാർ ജീവനക്കാർക്ക് 2020 തൊട്ടുള്ള 2 ഗഡു കുടിശ്ശിക തന്നെ കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ പല രീതിയിൽ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി നടക്കുമായിരുന്നു. ഇതിന് തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ മെഡിക്കൽ കോളേജ് വരുമ്പോൾ അതിന് ആവശ്യമായ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാതെയാണ് മെഡിക്കൽ കോളേജ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ NMC വരുമ്പോൾ ബാക്കി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ജീവനക്കാർ നേരിടുന്ന, അല്ലെങ്കിൽ അവരുടെ കുടിശ്ശികകൾ അടക്കം കിട്ടുന്നതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയാണ് അവർ പങ്കുവെച്ചത്. നമുക്കറിയാം, ഒരു മാജിക് വടി കൊണ്ട് പെട്ടെന്ന് കൊട്ടി ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതെന്നറിയാം. പക്ഷേ അതിലൊക്കെ ഇടപെടൽ വേണം. ഇപ്പോൾ ഈ ഉപകരണങ്ങൾ വന്നത്, ഇപ്പോൾ ഒരു വിവാദമുണ്ടായി ഇടപെടൽ വന്നപ്പോൾ ഉപകരണങ്ങൾ പറന്നെത്തി. അതുപോലെ തന്നെയുള്ള ഇടപെടലുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ. ഇങ്ങനെ പറന്നു വരണം അല്ലെ? ജനങ്ങളുടെ ആരോഗ്യവും ജനങ്ങളുടെ ആയുസ്സും ഒക്കെ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പ്രതിസന്ധിയിലാകുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പറന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിന്റെയോ വകുപ്പിന്റെയോ കണ്ണിൽ പെട്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് DMEയും ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞെടുത്താണ് പ്രശ്നമുണ്ടായത്. പരാധീനതകളും പ്രശ്നങ്ങളും ഒക്കെ പരിമിതികളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് അതൊന്നും ഒരു ന്യായീകരണവുമല്ല എന്നുള്ളതാണ്. എന്തായാലും പിറ്റേ ദിവസം അത് തിരുത്തി വേണ്ട ഉചിതമായ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്.